അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ കേരള പവലിയൻ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 27 സ്റ്റാളുകളാണ് ഇക്കുറി കേരള പവലിയനിൽ ഉള്ളത്. രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീ സാഫ് ഫുഡ് കോർട്ടുകളുമുണ്ട്. ഈ മാസം 27 വരെയാണ് അന്താരാഷ്ട്ര വ്യാപാരമേള. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ കേരള പവലിയൻ ഇത്തവണയും ശ്രദ്ധേയമാണ്. ആരെയും ആകർഷിക്കുന്ന വിധമാണ് പവലിയന്റെ രൂപകൽപ്പന. ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ് ഈ വർഷത്തെ മേളയുടെ ആശയം. വൈവിധ്യമാർന്ന 27 സ്റ്റാളുകളാൽ സമ്പന്നമാണ് കേരള പവലിയൻ. ഇപ്പോൾ ഇവരുടെ എല്ലാം പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ കൃഷി ചെയ്യുന്നുണ്ട്. കോഫി, പെപ്പർ, അതുപോലെ തന്നെ മഞ്ഞക്കൂവ, ഏലം, ഇതെല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ അവർ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്ന തേൻ, തെള്ളി അതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും നമ്മളെ എത്തിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഡൽഹിയിലും മറ്റ് മഹാരാഷ്ട്ര ഇവിടെ വരുന്ന എല്ലാവരിൽ നിന്നും എൻക്വയറികൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലോബലി നമുക്ക് ഈ ഇന്ത്യ മാത്രമല്ല പുറമേ നിന്നുള്ള എൻക്വയറികളും ഒരുപാട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രുചി വൈവിധ്യം ഒരുക്കി കുടുംബശ്രീയും സാഫും ഭക്ഷണശാലകൾ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. സ്പൈസസും ചിപ്സും പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സും പിന്നെ ഫുഡ് പ്രോഡക്ട്സും അങ്ങനെ എല്ലാ സാധനങ്ങളും പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഓണ്ടർപ്രണേഴ്സ് അടങ്ങുന്ന ശുദ്ധമായ എല്ലാ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള മായവും അതിൽ ചേർത്തിട്ടില്ല. പല ജില്ലകളിൽ നിന്നുള്ള പല ഓണ്ടർപ്രണേഴ്സിൻ്റെ പ്രോഡക്ട്സാണ് നമ്മൾ അവിടെയുള്ള MECമാർ അത് ശേഖരിച്ച് ഇവിടോട്ട് കയറ്റി അയച്ചാണ് അത് ചെയ്യുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പൊതുജനങ്ങൾക്കുള്ള സന്ദർശന സമയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്, കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാർ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡയറക്ടർ TV സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.